ഇന്നൊരു താളുകറി ആയാലോ? കർക്കിടക മാസമല്ലേ? കർക്കിടക മാസത്തിൽ താളിനും ഇലയ്ക്കുമെല്ലാം രുചിയും ഗുണവും കൂടുമെന്നാണത്രേ പറയാറുള്ളത്. ഈ രീതിയിലുള്ള താളുകറി തയ്യാറാക്കാൻ വേണ്ടി താള് 3 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം പുറമേയുള്ള തൊലി എടുത്തു കളയുക. 2 വശത്തു നിന്നും വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി കളഞ്ഞ് എടുക്കാവുന്നതാണ്. തൊലി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം വെള്ളത്തിലേക്കിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇത്തരം പാത്തി പോലെയുള്ള ഭാഗത്ത് അഴുക്ക് നിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഇത്തരം തളിരിലകളും ഈ കറിയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ദ്വാരമുള്ള ഒരു പ്ലാസ്റ്റിക് കൊട്ടയിൽ വെള്ളം വാലാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. കുറച്ച് വലുതായാലും കുഴപ്പമില്ല, കാരണം വെന്ത് കഴിയുമ്പോൾ ഇത് ശരിക്ക് ഒതുങ്ങിപ്പോകുന്നൊരു സാധനമാണ് ഈ ചേമ്പും താള്. ഇതുപോലെ ഓരോന്നായി പെറുക്കി വട്ടത്തിൽ എല്ലാം അരിഞ്ഞെടുക്കുക. ഈ തളിരിലയും അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിടാവുന്നതാണ്. എല്ലാം കൂട്ടിപ്പിടിച്ച് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും കൈയുടെ അവസ്ഥ ഈ രീതിയിലായിട്ടുണ്ടാവും. ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ താളും ഇലയും എല്ലാം ഇട്ട് കൂടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വേകാൻ വയ്ക്കുക. ആദ്യ സമയത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ആ പാത്രത്തിൽ ഉൾക്കൊള്ളണമെന്നില്ല, കാരണം ഇത് പൊങ്ങി നിൽക്കുന്നൊരു സാധനമാണ്. പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഒതുങ്ങിപ്പോകുന്ന സമയത്ത് ബാക്കി ഇനി ഇടാനുള്ള കഷ്ണങ്ങളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്തേക്ക് ഇത് ശരിക്കും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് പാത്രത്തിൻ്റെ, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ശരിക്കും ഒതുങ്ങിപ്പോകുന്നൊരു സാധനമാണ് ഈ ചേമ്പിൻ താള്. പാതി വെന്ത സമയമാകുമ്പോഴത്തേക്കും ഒരു 8 or 10 പച്ചമുളകും ഒരു 4 or 5 സ്റ്റാർ പുളി അഥവാ ആരംപുളി എന്ന് വിളിക്കുന്ന ഈ പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒതുങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. ഉപ്പും മുളകും പുളിയും എല്ലാം വെന്ത് നല്ലതുപോലെ ചേർന്ന് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് താഴെ എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കായവും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. 1 കപ്പ് തേങ്ങ ചിരകിയത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി അടച്ചു വയ്ക്കുക. സ്വാദുള്ള താളുകറി തയ്യാർ.